ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. കാർത്യായനിയെ വീടിന് പുറത്ത് കിടത്തി വീടും ഗേറ്റും പൂട്ടി വീട്ടുകാർ പോവുകയായിരുന്നു. തെരുവുനായുടെ കടിയേറ്റ് 2 മണിക്കൂറോളം കാർത്യായനി വീട്ടുമുറ്റത്ത് കിടന്നു. സംഭവത്തിൽ മകൻ പ്രകാശന്റെ പ്രതികരണം ഇങ്ങനെയാണ്. നിങ്ങൾ വന്ന് നോക്കുക, അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ ആ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിലേ മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവൾ ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അമ്മ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാം. ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ എന്ന് പറഞ്ഞ പോലെ നടക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടി ഇതുണ്ടാവുമെന്ന്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അയൽക്കാരുമായി പ്രകാശന് സഹകരണമില്ല എന്നും നാട്ടുകാർ പറയുന്നു. പുറത്തുനിന്ന് പൂട്ടിയാലും പട്ടിക്കകത്തൂടെ കയറാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് വെച്ചായിട്ട് ഇതിലൂടെയൊക്കെ ഇടവുള്ളിടത്തോടെ പട്ടി കയറി. പക്ഷേ ഈ വല്യമ്മയ്ക്ക്, ഈ 81 വയസ്സായ വല്യമ്മയ്ക്ക് വലുതായിട്ടൊന്നും സംസാരം. ഇവരിങ്ങനെ കിടന്ന് കരയുന്നെന്ന് പറയുന്നു. പക്ഷെ കരയുന്നെങ്കിലും നമുക്ക് ഇതെന്തുവാന്നുള്ളത് അറിയുന്നില്ല. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയിച്ചും പോകത്തില്ല. ഈ തള്ളയെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ അയലുകാരും സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. കാർത്യായനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. തകഴി അരയഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ വൈകിട്ടാണ് സംസ്കാരം. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. വിശദാംശങ്ങളുമായി മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങും. തകഴിയിലെ അരയൻചിറ വീട്ടിലേക്കാണ്, അവിടെയാണ് കാർത്യായനിയമ്മയുടെ വീട്. അവിടേക്ക് കൊണ്ടുപോയി വൈകിട്ട് 3 മണിയോടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ ബന്ധുക്കൾ അറിയിക്കുന്നത്. കാർത്യായനിയമ്മ ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു മകൻ്റെ ഭാര്യയുടെ വീടാണ്, മകൻ പ്രകാശൻ, ഇളയ മകനായിട്ടുള്ള പ്രകാശൻ്റെ ഭാര്യയുടെ വീടാണ് ആറാട്ടുപുഴയിൽ. അവിടെയാണ് പ്രകാശൻ കൊല്ലത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ സൗകര്യാർത്ഥമാണ് അവിടെ താമസിച്ചു വന്നത്. അങ്ങനെ മകൻ്റെ ഭാര്യയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ 6 മാസമായി താമസിച്ചു വന്നത്. അങ്ങനെ ഇരിക്കെ ഇന്നലെ വീട്ടുകാർ പുറത്തുപോയ സമയത്താണ്, വീടിൻ്റെ പുറത്തായിരുന്നു ഈ കാർത്യായനിയമ്മ കിടന്നിരുന്നത്. പകൽ സമയത്ത് അങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടി കിടക്കുമെന്നാണ് മകൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷെഡ് തന്നെ തയ്യാറാക്കിയിരുന്നു. ഈ വീടിൻ്റെ വാതിലും ഒപ്പം തന്നെ ഗേറ്റും അടച്ച ശേഷമായിരുന്നു വീട്ടുകാർ പോയിരുന്നത്. പക്ഷേ വേലി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വേലിയാണ്, ആ വേലിക്കകത്ത് കൂടിയാണ് ഈ നായ്ക്കൾ അകത്ത് കയറിയത്. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പ്രായമായ അമ്മയെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പോകുമ്പോൾ അത് മറ്റാരോടെങ്കിലും അത് അക്കാര്യം പറയാറില്ല. ഇങ്ങനെ ഇത്രയും പ്രായമായ അമ്മയാണ്, ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാലോ ഒരു നോക്ക് വേണം എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു കരുതൽ മകൻ ആരോടും പറയാറില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുമായി ഈ വീട്ടുകാർക്ക് വലിയ സഹകരണം ഇല്ലായിരുന്നത് കൂടി ഈ അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പ്രദേശം ആറാട്ടുപുഴ പഞ്ചായത്താണ്. ഇവിടെ തെരുവുനായ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണെന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഉള്ള ഒരു അനാസ്ഥ ഉണ്ടായത് കൂടി ഈ അപകടത്തിന്റെ ആഘാതം വലുതാക്കിയിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് ആറാട്ടുപുഴയിൽ നിന്ന്.